വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ HTML ടാഗ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടാസ്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് BR ടാഗ് ആണ്. BR ടാഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. BR ടാഗ് എന്ന് പറയുന്ന ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പാരഗ്രാഫ് ടാഗ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാരഗ്രാഫ് ടാഗ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മീൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഡമ്മി ഡേറ്റ, ഒരു ലോറം ഇപ്സം ഡമ്മി ഡേറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിനുള്ളിൽ നമുക്ക് ഈ BR ടാഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ BR ടാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ ബ്രേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഇപ്പോൾ ഈ ഒരു ലോറം ഇപ്സം ഡോളർ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് റൈറ്റ് സൈഡിലെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു ലൈൻ ബ്രേക്ക് കൊണ്ടുവരണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഈ ഒപ്റ്റിയോ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ സെഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇവിടെ നിങ്ങൾക്ക് സെഡ് എന്ന് പറയുന്ന ഒരു വേർഡ് കാണാൻ പറ്റും. ആ സെഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം എനിക്ക് അവിടെ ഒരു ലൈൻ ബ്രേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ലൈൻ ബ്രേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിത് യൂസ് ചെയ്യുന്നത് പാരഗ്രാഫിനകത്തോ അല്ലെങ്കിൽ ഏതൊരു ഡിവിലേക്കൊക്കെ നമുക്ക് വരാം. ഇപ്പം നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് ടാഗിൽ ഇത് നോക്കുക, ഇതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക, എന്താണ് സംഭവം എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഈ സെഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ ടാഗ് യൂസ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ടാഗ് ഓപ്പൺ ചെയ്യാനുള്ള ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷം BR എന്ന് പറയുന്ന ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്, ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ സെഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ നിങ്ങൾക്ക് ഇവിടെ പറ്റും. ഈ ഒരു സെഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലൈൻ, ബാക്കിയുള്ള ലൈൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. അപ്പോൾ നമുക്കൊരു ലൈൻ ബ്രേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു BR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് വലിയ യൂസൊന്നും ഒരുപാട് ഇല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒരു ടാഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ചില കേസിൽ, ചില സിറ്റുവേഷൻസിൽ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഈ ഒരു BR ടാഗ് യൂസ് ചെയ്ത് നോക്കിയാലോ. ഞാനൊരു ഈ നോൺ എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു വേർഡ്, അതായത് ഈ ഒരു വേർഡിന് ശേഷം എനിക്കൊരു ലൈൻ ബ്രേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവിടെയും BR ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. BR സെൽഫ് ക്ലോസിംഗ് ആണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൈവ് സെർവർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ ഒരു റീലോഡ് ചെയ്യാതെ തന്നെ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ കണ്ടില്ല, നോൺ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ലൈൻ ബ്രേക്ക് വന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു BR ടാഗ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് HR ടാഗ് എന്ന് പറയുന്ന ടാഗാണ്. HR ടാഗ് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അവിടെ കൊണ്ടുവരാൻ വേണ്ടി, അതായത് അതിന് തിമാറ്റിക് ബ്രേക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തിമാറ്റിക് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മളുടെ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ് HR ടാഗ് എന്ന് പറയുന്നത്. HR ടാഗും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു BR ടാഗൊക്കെ എടുത്ത് കളയാണ്, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സെഡ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ എനിക്കവിടെ കൊണ്ടുവരണമെന്ന് കരുതുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, HR ടാഗ് യൂസ് ചെയ്യുന്നത്. HR ടാഗ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും ഒരു ഹൊറിസോണ്ടൽ ലൈൻ അവിടെ വന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് വിഷ്വലി കോണ്ടന്റിലൊക്കെ നമുക്കൊരു ബ്രേക്ക് കൊടുക്കണമെങ്കിൽ, ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ് HR ടാഗ് എന്ന് പറയുന്നത്. HR എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. നെക്സ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവ് ടാഗാണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ടൈം ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലുള്ള ടാഗ്സിനൊക്കെ. എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഡിവ് ടാഗ് എന്ന് പറയുന്നൊരു ടാഗാണ്. നമുക്ക് വിഷ്വലി നമ്മളുടെ ഇപ്പോൾ ഇത് നമ്മുടെ IDE ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, VS കോഡിൻ്റെ IDE ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ IDEയിൽ വിഷ്വലി നിങ്ങൾക്ക് കോണ്ടന്റിനെ ഡിവൈഡ് ചെയ്യണം, അല്ലെ കണ്ടെയ്നർ ക്ലാസ്സസിനെ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ് ഡിവ് ടാഗ് എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ നമുക്ക് ഡിവ് ടാഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു H1 ടാഗും P ടാഗും ഉണ്ടെന്ന് കരുതിക്കോ. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു H1 ടാഗും P ടാഗും ഉണ്ട്. ഞാനത് സിംപ്ലി കോപ്പി ചെയ്ത് നേരെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടില്ലേ, വെൽക്കം ടു സൈറ എന്ന് പറയുന്ന രണ്ട് വേർഡ് അവിടെ വരുന്നുണ്ട്, മീൻസ് ഒരു ഹെഡിങ്ങും ഒരു P ടാഗ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സെക്ഷനായിട്ട് കരുതരുതോ, അതായത് ഇതിനെ ഒരു സെക്ഷനായിട്ട്. ഇപ്പോൾ ഇതേപോലെ വീണ്ടും എനിക്ക് ഒരു സെക്ഷൻ ഉണ്ടെന്ന് കരുതുക, വെൽക്കം ടു സൈറ എന്ന് പറയുന്ന ഹെഡിങ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരഗ്രാഫ് ടാഗ്, അതുപോലെ തന്നെ സെക്കൻഡ് സെക്ഷന്, തേർഡ് സെക്ഷൻ, അങ്ങനെ 3 സെക്ഷൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഈ ഒരു ഹെഡിങ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഹെഡിങ് ഞാൻ മാറ്റാം. വെൽക്കം ടു വെബ് ഡെവലപ്മെൻറ്റ് എന്ന് കൊടുത്തു.
അതുപോലെ തന്നെ ഞാൻ വെൽക്കം ടു സൈറ മാറ്റിയതിന് ശേഷം വെൽക്കം ടു മേൺ സ്റ്റാക്ക് എന്ന് കൊടുക്കാം. മേൺ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു മോസ്റ്റ് പോപ്പുലറായിട്ട് നിൽക്കുന്ന, നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാക്ക് ടെക്നോളജിയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാക്ക് ടെക്നോളജീസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാക്ക് ടെക്നോളജീസ് പഠിക്കണമെങ്കിൽ HTML, ജാവാസ്ക്രിപ്റ്റ്, CSS ആണ് അതിൻ്റെ ബേസ്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ സ്റ്റാക്ക് ടെക്നോളജീസിലേക്കൊക്കെ വരും. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഞാനിവിടെ 3 സെക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 സെക്ഷൻസ് നിങ്ങൾ ഈ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വെൽക്കം ടു സൈറ, വെൽക്കം ടു വെബ് ഡെവലപ്മെൻറ്റ്, വെൽക്കം ടു മേൺ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് കരുതാൻ പറ്റും. അതായത് ഈ ഒരു ഹെഡിങ്ങും ഒരു H1ഉം അതുപോലെ ഈ പി ടാഗും ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് സെക്ഷനാണ്, ഇതൊരു തേർഡ് സെക്ഷനാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. സെക്ഷൻ 1, സെക്ഷൻ 2, അതുപോലെ തന്നെ സെക്ഷൻ 3. ഞാനിങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എനിക്ക് കാണാൻ വേണ്ടി, ഒരിക്കലും ഇത് കമ്പയർ ചെയ്ത് ഒരു കാരണവശാലും നിങ്ങളുടെ ഔട്ട്പുട്ടിലേക്ക് കാണിച്ചു തരത്തില്ല ഈ സെക്ഷൻസ്. അപ്പോൾ ജസ്റ്റ് ഈ സെക്ഷൻസ് ഞാനൊന്ന് കമൻറ്റ് ചെയ്തിട്ടു. കമൻറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതുപോലൊരു 50 സെക്ഷൻസ് അല്ലെങ്കിൽ 40 സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു HTML പേജ് എന്ന് പറയുന്നത് വളരെ ബിഗ് ആയിരിക്കും, അതുപോലെ വളരെ കോംപ്ലക്സ് ആയിരിക്കും. പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ് div എന്ന് പറയുന്നത്. ഡിവിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല, പർപ്പസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. പക്ഷേ അത് മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് വിഷ്വലി നമ്മളുടെ IDEയിൽ നമുക്ക് ഓരോ സെക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാനും അതുപോലെ കണ്ടെയ്നർ ക്ലാസ്സസ് ഒക്കെ ആഡ് ചെയ്യാനും. കണ്ടെയ്നർ ക്ലാസ് എന്താണ്, അപ്പോൾ നമുക്ക് CSSൻ്റെ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത്, CSS പഠിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടെയ്നർ ക്ലാസ്സസ് എന്താണ് അതിനെ പറ്റിയൊക്കെ നോക്കാം. അപ്പം ഇത് എന്താണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ div ടാഗ് എന്ന് പറയുന്നത് ജസ്റ്റ് സെക്ഷൻസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും, വേറെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. നമ്മൾ div ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ div ഓപ്പൺ ചെയ്യാനായിട്ട് div എന്ന് പറയുന്ന ടാഗാണ് divന് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഡിവിഷൻ എന്നാണ് അർത്ഥം, div ഫോർ ഡിവിഷൻ. അപ്പോൾ ഞാൻ ഈ ഒരു H1 ടാഗിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിനുള്ളിലേക്ക്, ഈ ഒരു divനുള്ളിലേക്ക് കൊണ്ടിട്ടു. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു സെക്ഷനായി. ഈ ഒരു divനെ നമ്മൾ തിരിച്ച്, അതായത് ഈ ഒരു H1നെയും ഈ ഒരു പി ടാഗിനെയും നമ്മൾ ഒരുമിച്ച് തിരിച്ച് ഒരൊറ്റ സെക്ഷനാക്കി മാറ്റി. അപ്പോൾ ഇതൊരു സെക്ഷൻ 1 ആണ്. ഓക്കെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, നമ്മളത് മാറ്റുന്നില്ല. അതുപോലെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു H1നെ ഈ ഒരു പി ടാഗിനെ കൂടെ ഞാൻ അടുത്ത സെക്ഷൻ ആക്കുകയാണ്. div ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. div ടാഗ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലോസിങ് ടാഗ് അല്ല. ഞാനിതിനെ കട്ട് ചെയ്ത് ഈ ഒരു divനുള്ളിലേക്ക് കൊണ്ടിട്ടു. അതായത് ഇപ്പോൾ ഇതൊരു സെക്ഷനായി. അപ്പോൾ ഇവിടെ സെക്ഷൻ 1 എന്ന് പറയുന്ന ഒരു div ആണ്, അത് സെക്ഷൻ 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ div. അപ്പോൾ ഇതിനെയും കൂടെ നമുക്ക് ഇതേപോലെ സെക്ഷൻ ആക്കി പറ്റാം, മീൻസ് divനകത്തേക്ക് കൊണ്ടുവരാം. ഞാനിത് കട്ട് ചെയ്യുന്നു, ഇവിടേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 3 സെക്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ സെക്ഷൻസ് ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ div ടാഗ് യൂസ് ചെയ്യുന്നത്. നമുക്ക് div ടാഗിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ CSSലേക്ക് കയറിയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് എന്തായാലും മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ കുറച്ചൊരു CSS ഞാൻ യൂസ് ചെയ്യുകയാണ്. നമ്മൾ CSSൻ്റെ ക്ലാസ് വരുമ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിലും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ CSS യൂസ് ചെയ്യുകയാണ്. ഞാൻ ഇൻലൈൻ CSS ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ജസ്റ്റ് ഒരു സ്റ്റൈലിംഗ് ഞാൻ യൂസ് ചെയ്യുകയാണ്, അതായത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് മാറ്റാനുള്ള സ്റ്റൈലിംഗ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ divൻ്റെ ഒരു അഡ്വാൻറ്റേജ്, div നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് നമ്മൾ div യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇപ്പോൾ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് CSS കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയാത്ത ഉള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ ഒരുപാട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സ്റ്റൈൽസും കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് ഇൻഡെപ്തായിട്ട് കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കും. ഇപ്പോൾ ഈ divൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ആ സ്റ്റൈലിങ്, മീൻസ് ആ CSSൻ്റെ ചെറിയ സ്റ്റൈലിങ്ങിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് സ്റ്റൈൽ എഴുതി. സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, നമുക്ക് divനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിനകത്തിലേക്ക് ഞാൻ കളറ് റെഡ് കൊടുത്തു. കളർ റെഡ് കൊടുത്ത സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ CSSൻ്റെ സ്റ്റൈൽ, ഇൻലൈൻ CSS യൂസ് ചെയ്യുന്നത്. വേറെ ഡിഫറെൻറ്റ് വേസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ കളർ മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു കളർ മാറ്റിയ സമയത്ത് കണ്ടില്ലേ, ഈ ഒരു divന് മാത്രമായിട്ട് എനിക്ക് കളർ മാറ്റാൻ പറ്റി.
അപ്പോൾ ഇങ്ങനെ നമുക്ക് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് അതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കളേഴ്സും അതുപോലെ ഓരോ പ്രോപ്പർട്ടീസും ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു div എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു divന് വേറൊരു കളർ കൊടുത്തു നോക്കാം, വേറൊരു പ്രോപ്പർട്ടി കൊടുത്തു നോക്കാം. ഞാൻ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻലൈൻ CSSൽ നമ്മൾ എഴുതുന്നത്. അതായത് നമുക്കൊരു divനോ ഒക്കെ ഒരു അല്ലെങ്കിൽ H1 അല്ലെങ്കിൽ ഈ P ടാഗിന് ഏതൊരു ടാഗിന് നമ്മൾ CSS സ്റ്റൈൽ ഇൻലൈനായിട്ട് CSSൻ്റെ സ്റ്റൈൽ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നെയിമാണ് സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നെയിം. അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. കളർ ഞാൻ ഗ്രീൻ കൊടുത്തു. അപ്പോൾ ഗ്രീൻ കൊടുത്ത സമയത്ത് കണ്ടില്ലേ ഈ ഒരു സെക്ഷൻ്റെ കളർ മാറി. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കോമ ഇട്ട് അല്ലെങ്കിൽ സ്പേസ് ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ഈ ഒരു divനും ഞാനൊരു സ്റ്റൈൽ കൊടുക്കുകയാണ്. സ്റ്റൈൽ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറെ മാറ്റി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുത്തു നോക്കാം. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറി. ജസ്റ്റ് രണ്ട് സ്റ്റൈലിംഗ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. CSSൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കളർ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അത് CSSൻ്റെ പാർട്ടിലേക്ക് CSSൻ്റെ വീഡിയോസിലേക്ക് വരുമ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ കളർ പ്രോപ്പർട്ടീസിലായിരിക്കും. അപ്പോൾ അതിനകത്തിലധികം ബോധഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക ഈ divൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ div യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള ചില പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് ക്ലാസ്സസിൻ്റെ നെയിംസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ div യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ div നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പാൻ ടാഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു സെക്ഷൻസ് ഒക്കെ ഞാൻ മാറ്റുകയാണ്. നമുക്കിതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു div ടാഗും ഓരോ ടാഗ്സും യൂസ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം നമുക്ക് തിയററ്റിക്കൽ നോളജിനേക്കാളും കൂടുതൽ വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ് ഈ കോഡിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു div ഒക്കെ എടുത്ത് കളയാം. നമുക്ക് divൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ഓക്കെ, ഞാൻ ഇതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ എടുത്ത് കളയാണ്. div അവിടെ കിടന്നോട്ടെ. divന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, div അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സ്പാൻ ടാഗ് എന്താണെന്ന് നോക്കാം. സ്പാൻ ടാഗ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സെക്ഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റൈലോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ട്രാ പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പാൻ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ലോറം ഇപ്സം എന്ന് പറയുന്ന ഈ ഒരു പാരഗ്രാഫിനുള്ളിൽ എനിക്ക് ഈ കുൽപ്പ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇത്രയും ഏരിയയിൽ എനിക്ക് കളർ മാറ്റണം. അതായത് ഈ കാണുന്ന ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് മീൻസ് ഈ ഒരു ലൈനിന് മാത്രമായിട്ട് എനിക്ക് എന്തെങ്കിലും കളർ മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ കളർ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്പാൻ ടാഗ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്തെ ഒരു സെക്ഷൻ ഉള്ളിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് സ്റ്റൈലോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പാൻ ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് സ്പാൻ ടാഗ് യൂസ് ചെയ്യാം. സ്പാൻ ഓപ്പൺ ചെയ്യുക. അത് സ്പാൻ ടാഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്പാൻ ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്യുക. നമുക്കറിയാം എല്ലാം നമ്മൾ HTML-നകത്ത് നമ്മളെല്ലാം ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഈ ടാഗിൻ്റെ പേരെന്ന് പറയുന്നത് SPAN സ്പാൻ ടാഗ് ആണ്. അപ്പോൾ ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. സ്പാൻ ടാഗ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലോസിങ് ടാഗ് അല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എനിക്ക് എന്താ ഈ ഒരു ലൈൻ മാത്രമായിട്ട് ഇത്രയും പോർഷൻ മാത്രമായിട്ട് സ്പാൻ ടാഗിനുള്ളിൽ കൊണ്ടുവരണം. എന്നിട്ട് അതിന് പ്രത്യേകമായിട്ട് സ്റ്റൈൽ അല്ലെ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പാൻ ടാഗിനകത്തേക്ക് ആ ഒരു ലൈൻ എനിക്ക് മാറ്റേണ്ട ആ ഒരു ലൈനിനെ ഞാൻ കൊണ്ട് പേസ്റ്റ് ചെയ്തു. അപ്പം സ്പാൻ ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, സ്പാൻ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിനുള്ളിലാണ് ആ ഒരു ലൈൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ സ്റ്റൈൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. അതിലേക്ക് ജസ്റ്റ് കളർ മാത്രം, ടെക്സ്റ്റിൻ്റെ കളർ മാത്രം ഞാൻ ആഡ് ചെയ്യുന്നു. ടെക്സ്റ്റ് റെഡ് കൊടുത്തു. കണ്ടില്ലേ, സ്പാൻ ടാഗ് യൂസ് ചെയ്തിരിക്കുന്ന, അതായത് സ്പാൻ ടാഗ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനിന് മാത്രമായിട്ട് റെഡ് കളർ വന്നു. ഇങ്ങനെയുള്ള പല പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാഡിങ് മാർജിനും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലൈൻസിനെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെക്ഷനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്പാൻ ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പാൻ ടാഗ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ഈ വെബ്സൈറ്റിനകത്തൊക്കെ പലയിടത്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ടേബിൾസ് അല്ലേ, ടേബിൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ടേബിൾ അറിയാമല്ലോ അല്ലേ, റോസും കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടേബിൾസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ HTML-നകത്ത് ടേബിൾ കൊണ്ടുവരിക? നമുക്ക് അതിനായിട്ട് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടാഗ് ഉണ്ട്. അത് ഏത് ടാഗ് ആണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടാഗാണ്. അപ്പോൾ ഇപ്പം ഓൾറെഡി ഈ കിടക്കുന്ന സംഭവം ഞാൻ ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇതിൻ്റെ താഴെയായിട്ട്, അതായത് ഈ ഒരു P ടാഗിന് തൊട്ട് താഴെയായിട്ട് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ടേബിളിനകത്ത് കുറച്ച് ഡാറ്റയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ,
ടേബിൾ ടാഗ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ടേബിൾ ടാഗ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HTML നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാഗാണ് ടേബിൾ ടാഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടേബിൾ ടാഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ടേബിൾ ടാഗിനകത്ത് നമുക്ക് പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പോർഷനിലേക്ക് വരാം. TR എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ടേബിൾ ടാഗിനകത്ത് സബ് ടാഗ്സ് ഉണ്ട്. TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ റോ എന്നാണ് അർത്ഥം. ഒരു ടേബിളിൻ്റെ റോയ്ക്ക് നമുക്ക് അറിയാമല്ലോ, ഒരു ടേബിളിൻ്റെ റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. draw.io യൂസ് ചെയ്യാം. നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, സൈഡിലേക്ക്. ഓക്കെ, ഒരു ടേബിള് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ടേബിളിന് റോസും കോളംസും ഉണ്ടായിരിക്കും അല്ലേ? ഇതൊരു റോ ആണ് അല്ലേ? ഇപ്പോൾ ഇതിനെ നമുക്കൊരു റോ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ടേബിളിന് ഉള്ള ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ കാണാൻ പറ്റും. ടേബിളിന് റോസും ഉണ്ട്, അതുപോലെ തന്നെ കോളംസും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് റോ എന്ന് പറയുന്നത് അല്ലേ? ഈ ഹൊറിസോണ്ടലി നിങ്ങൾ കാണുന്ന, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ ഇതൊരു റോ ആണ്. ആക്ച്വലി ഇവിടം തൊട്ട് ഇവിടെ വരെ ഒരു കോളമാണ് അല്ലേ? അപ്പോൾ ഈ റോസും കോളംസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റോസും കോളംസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് TR ടാഗ് എന്ന് പറയുന്നത്. റോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു റോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു TR ടാഗ് നിങ്ങൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു TR ടാഗ് കൊടുത്തു. ഒരു ടേബിൾ റോ എനിക്ക് വേണം. ടേബിൾ റോയ്ക്കകത്ത് നമുക്ക് ടേബിളിൻ്റെ ഹെഡിങ് വേണം. നിങ്ങൾക്കറിയാം ടേബിളിൻ്റെ ഹെഡിങ് എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ടേബിളിൻ്റെ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് TH എന്ന് പറയുന്ന ടേബിൾ ഹെഡ്, TH ഫോർ ടേബിൾ ഹെഡ് എന്നാണ്. ടേബിൾ ഹെഡ് എന്ന് പറയുന്ന ഈ ഒരു ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ റോസ് ആയിട്ട് ബിൽഡ് ചെയ്യുവാണ്. ആ ഓരോ റോസിനകത്ത് ഫസ്റ്റ് നമ്മൾ ടേബിളിന് ഹെഡിങ് ഉണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി ഒരു ടേബിളിന് ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ടേബിളിൻ്റെ ഹെഡിങ് കൊടുക്കാം. ഞാനിവിടെ ഹെഡർ 1 എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡമ്മി ഡാറ്റ അത്രയേ ഉള്ളൂ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ടേബിൾ ഹെഡിങ് നമുക്ക് കിട്ടി. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു ഹെഡിങ് കൊണ്ട് കൊടുത്തു നോക്കാം. ഹെഡർ 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ റോസ് മീൻസ് ലൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതായത് ബോർഡർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ആദ്യം നമുക്ക് ഒരു ടേബിൾ റോ, ഇപ്പോൾ ഇതൊരു റോ ആണല്ലേ? ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു റോ ആണ്. അതിനകത്ത് 2 ഹെഡിങ് നമ്മൾ ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഹെഡിങ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? 3 ഹെഡിങ് ഉള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ടേബിളിൻ്റെ ജസ്റ്റ് ഹെഡിങ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് റോ ആഡ് ചെയ്യാം. അതായത് ടേബിളിൻ്റെ ഡേറ്റ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് 3 ഹെഡിങ് ഉള്ള ഒരു ടേബിളിൻ്റെ ഹെഡിങ് മാത്രമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇതിനുള്ളിലേക്ക് നമുക്ക് ടേബിളിൻ്റെ ഡേറ്റ നമുക്ക് സെറ്റ് ചെയ്യാം. ടേബിളിൻ്റെ ഡേറ്റ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ടേബിൾ റോ ഓപ്പൺ ചെയ്യുകയാണ്. ടേബിൾ റോയ്ക്കകത്ത് അടുത്തത് TD എന്ന് പറയുന്ന ടാഗാണ്. TD ഫോർ ടേബിൾ ഡേറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓരോ ഹെഡിങ്ങിനും ഓരോ ഡേറ്റ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ നമുക്ക് ഈ ഒരു ഹെഡർ 1 ഹെഡർ 2 മാറ്റിയിട്ട് സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുക്കാം. സ്റ്റുഡൻറ്റ് നെയിം ഇവിടെ ഇത് മാറ്റിയിട്ട് ഐ ഡി വേണ്ട, ഏജ് കൊടുക്കാം. ജസ്റ്റ് ചുമ്മാ ഏജ് കൊടുത്തു. ഹെഡർ 3 മാറ്റിയിട്ട് മാർക്സ് കൊടുക്കാം. മാർക്സ് വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഇരിക്കട്ടെ. മാർക്സ് അല്ലേ, നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറയുമ്പം മാർക്സ് എല്ലാവരും പറയാറുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. മാർക്സിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഏജ്, മാർക്ക് എന്ന് പറയുന്ന 3 ഹെഡിങ് ആക്കിയിട്ടുണ്ട് ഞാനത്. അതിനകത്ത് ഓരോ ഡേറ്റയായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ സുജിത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട് എങ്കിൽ കണ്ടില്ലേ, സ്റ്റുഡൻറ്റിൻ്റെ നെയിമിൻ്റെ താഴെയായിട്ട് സുജിത്ത് വന്നു. ഏജ് നമുക്ക് ആഡ് ചെയ്യാം. ഏജ് ആഡ് ചെയ്യാനായിട്ട് അടുത്ത TD ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യണം. നെക്സ്റ്റ് TD ടാഗ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഏജ് ഒരു 30 കൊടുക്കാം.
അപ്പോൾ ഇതിപ്പോൾ കറൻ്റ്ലി നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ലൈൻസും ബോർഡേഴ്സും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ബോർഡേഴ്സ് ആഡ് ചെയ്യാം. ബോർഡേഴ്സ് ആഡ് ചെയ്യുമ്പോഴേ വൺസ് നിങ്ങൾ ആ ടേബിളായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. അപ്പോൾ മാർക്ക് നമുക്ക് ആഡ് ചെയ്യാം. ടേബിൾ ഡേറ്റയ്ക്കകത്ത് മാർക്ക് എന്ന് പറയുന്നത് മാർക്ക് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, മാർക്ക് എന്ന് പറയുന്നത് ഒരു 88 കൊടുത്ത് നോക്കാം. 88 മാർക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? സുജിത്ത് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് ഒരു 88 മാർക്ക് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 3 ഡേറ്റ ഇവിടെ നമുക്ക് ഒരു ടേബിൾ റോയിൽ ടേബിൾ ഹെഡിങ് നമ്മൾ കൊടുത്തു. അതിനകത്ത് ഓരോ ഡേറ്റാസായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ടേബിൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിതിന് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുത്താലോ? ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ ടാഗ്, അതായത് ഇതിൻ്റെ പേരൻ്റ് ആയിട്ടുള്ള ടേബിൾ ടാഗിന് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ടേബിൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ബോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ബോർഡർ ഞാനിവിടെ 1 കൊടുത്തു. ബോർഡർ 1 കൊടുത്തപ്പോൾ കണ്ടില്ലേ, ഒരു ബോർഡർ നമുക്ക് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ബോർഡറിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെയാണ്. മീൻസ് ആ ഒരു കട്ടി വേണോ, ബോർഡറിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഒരു 5 കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കണ്ടില്ല, അതിനനുസരിച്ചുള്ള ആ ബോർഡർ, ഈ ഒരു ടേബിളിൻ്റെ ചുറ്റിനുമുള്ള ആ ഒരു ബോർഡറിൻ്റെ തിക്നെസ് ആണ് ഈ ഒരു 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 തന്നെ കൊടുക്കും. 5 കൊടുത്താൽ വളരെ വൃത്തികേടാണല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിന് നെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സെല്ലിൻ്റെ സ്പേസിംഗ് ആണ്. അതായത് ഓരോ സെല്ലിൻ്റെയും സ്പേസിങ് നമുക്കത് കൊടുത്തു നോക്കാം. സെൽ സ്പേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ, സെൽ സ്പേസിംഗ്. ഓക്കെ, സെൽ സ്പേസിങ് ഞാനൊരു 0 കൊടുത്താലോ? കണ്ടില്ലേ, അവിടെ എന്താ സംഭവിച്ചത്? ആ സെല്ലിൻ്റെ സ്പേസിങ്, ഇപ്പോൾ ആ സ്പേസിങ് ഇല്ല. ഇപ്പോൾ ഞാൻ ഈ 0 കൊടുത്തിട്ടില്ലായിരുന്നെങ്കിലോ? കണ്ടില്ല, അവിടെ ഓരോ സെല്ലിനും ഒരു ചെറിയ സ്പേസ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ സെല്ലിനും, അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് ഒരു സെല്ലാണ് എങ്കിൽ ആ സെല്ലിൻ്റെ ബോർഡറിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസിങ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്പേസിങ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് സെൽ സ്പേസിങ് ഞാൻ 0 കൊടുത്തു. 0 കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബോർഡറിൻ്റെയും നിങ്ങളുടെ സെല്ലിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്പേസ് അവിടുന്ന് കംപ്ലീറ്റ്ലി മാറും. ഞാനിതൊരു 12 കൊടുത്താലോ? ജസ്റ്റ് ഫണ്ണി ആയിരിക്കും അല്ലേ? കണ്ടില്ലേ, അതായത് നിങ്ങളുടെ ബോർഡറിൻ്റെയും നിങ്ങളുടെ സെല്ലിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിങ് 12 ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 12 കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അത്രയും വലിയൊരു സ്പേസിങ് അവിടെ വന്നു. ഞാൻ 120 കൊടുത്താലോ? വളരെ മോശമായിട്ടുള്ളൊരു വെബ്സൈറ്റ്, മീൻസ് ഒരു ടേബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമുക്കിത് ചെറുതാക്കാം പഴയ പോലെ തന്നെ. ഞാൻ 120 ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ 0 തന്നെ കൊടുക്കുകയാണ്. നമുക്ക് ആ ടേബിളിൻ്റെ ആ ഒരു ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സെൽ പാഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സെൽ പാഡിംഗ് എന്താണെന്ന് നോക്കാം. സെൽ പാഡിംഗ് നമുക്കൊരു 5 കൊടുത്ത് നോക്കാം. സെൽ പാഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെല്ലിനകത്തുള്ള, അതായത് ഓരോ സെല്ലിനകത്തുള്ള ഈ ഒരു സുജിത്ത് അല്ലെങ്കിൽ 30 എന്ന് പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ബോർഡറും തമ്മിലുള്ള സ്പേസാണ് സെൽ പാഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സുജിത്ത് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ നിങ്ങളുടെ ടേബിളിനകത്ത് ഉണ്ട് എങ്കിൽ ഈ സുജിത്ത് എന്ന് പറയുന്ന ഡേറ്റയും അതുപോലെ തന്നെ ഇതും ഈ ഒരു ബോർഡറും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബോർഡറും തമ്മിലുള്ള സ്പേസിനെയാണ് പാഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, സെൽ സ്പേസിംഗ് എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് സെൽ സ്പേസിംഗ് ഒരു 1 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ സെല്ലും നിങ്ങളുടെ ബോർഡറും തമ്മിലുള്ള സ്പേസാണ് സെൽ സ്പേസിങ്. എന്നാൽ സെൽ പാഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ, ആക്ച്വൽ നിങ്ങളുടെ ടേബിളിനകത്തുള്ള ഡേറ്റയും അത് നിങ്ങളുടെ ബോർഡറും ആ ഡേറ്റ റിസൈഡ് ചെയ്യുന്ന ബോർഡർ, അതായത് ആ ഒരു സെല്ലിൻ്റെ ബോർഡറും തമ്മിലുള്ള സ്പേസ്. ഇവിടെ ഞാനിപ്പോൾ 10 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ 10 കൊടുത്തത്, അതായത് സുജിത്ത് എന്ന് പറയുന്ന ഡേറ്റയും ഈ ഒരു ബോർഡറും ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ബോർഡറും തമ്മിൽ 10 സ്പേസ് കൊടുത്തേക്ക്. ഇപ്പോൾ ഞാനിവിടെ 120 കൊടുത്താലോ? കണ്ടില്ലേ, ഓരോ ഡേറ്റയും തമ്മിലുള്ള സ്പേസസ് തമ്മിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് നെയിമും ഈ ഒരു ബോർഡറും തമ്മിലുള്ള സ്പേസ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെൽ സ്പേസിങ് ഒരു 10 കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് എനിക്ക് ഡെഫിനറ്റ്ലി കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെല്ല്, ആക്ച്വലി നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഒരു സെല്ല് റിസൈഡ് ചെയ്യുന്ന മീൻസ് ഈ ഒരു സെല്ലും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഇതാണ് അതിൻ്റെ ബോർഡർ, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സെൽ പാഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഡേറ്റയും അതിൻ്റെ സെല്ലും തമ്മിലുള്ള സ്പേസ് ആണ്. ഇപ്പോൾ ഞാനിവിടെ 120 ആണ് സെൽ പാഡിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് മാറുന്ന നിങ്ങൾക്ക് വ്യത്യാസം വരും. കണ്ടില്ലേ,
അതുപോലെ തന്നെ പഴയ പോലെ തന്നെ നമുക്ക് സെൽ പാഡിങ് 10 മാറ്റിയിട്ട് 0 ആക്കാം. അപ്പം ഒരു ആക്ച്വൽ ബോർഡർ കിട്ടി. അപ്പോൾ എനിക്കിപ്പോൾ നോക്കുമ്പോൾ ഒരു വല്ലാതെ പോലെ തോന്നുന്നുണ്ടല്ലേ, കാരണം ഈ ഒരു ഡേറ്റയും ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് വലിയ സ്പേസ് ഒന്നുമില്ല, വളരെ കൺജസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് മാറ്റാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അത് മാറ്റാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, സെൽ പാഡിങ് ഒരു 5 തന്നെ കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ടേബിൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെയാണ് നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾസിൻ്റെ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ ടേബിളിലേക്കൊക്കെ നമ്മൾ വരും. വൺസ് നമ്മൾ പ്രൊജക്റ്റ് മീൻസ് മിനി പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഈ ടേബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക. നിങ്ങൾക്കൊരു ടാസ്ക് തരാം. നിങ്ങളുടെ ഒരു മാർക്ക് ലിസ്റ്റ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് മാർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നാൽ +2 ആണെങ്കിൽ +2, അത് കഴിഞ്ഞിട്ടുള്ളൊരു മാർക്കിൻ്റെ ഒരു ലിസ്റ്റ്, അതായത് സബ്ജക്ട്സ് എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാർക്കിൻ്റെ ഒരു ലിസ്റ്റ് ഉള്ള ഒരു ടേബിൾ, ഒരു സിമ്പിൾ ടേബിൾ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഗ്രൂപ്പിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക. അതായത് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനകത്തിൽ മീൻസ് എന്തൊരു ഡൗട്ടോ കാര്യങ്ങൾ വരുവാണെങ്കിൽ അതും നിങ്ങളവിടെ ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടി അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനിയും കൂടുതൽ ടാഗുകളും കാര്യങ്ങളും പഠിക്കും. ഇനിയും കുറച്ച് ടാഗൂടെ ഉള്ളൂ. നമുക്ക് ആ ടാഗൂടെ കവർ ചെയ്തതിന് ശേഷം, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടാഗുകളുണ്ട്, ആ ടാഗൂടെ നമ്മൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് CSSലേക്കായിരിക്കും. അപ്പോൾ CSS പഠിക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ടാഗ്സ് മീൻസ് ഇനി അങ്ങോട്ട് പ്രൊജക്റ്റുകൾ പഠിക്കുന്ന സമയത്ത് പുതിയ ടാഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.